അഡ്വക്കേറ്റ് ജയശങ്കർ, കാരണം വെച്ചാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഓരോ പ്രതികരണങ്ങളും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സാമാന്യ ജനങ്ങൾ മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവിടെ ഒരു എന്താ പറയുക, ആരെങ്കിലും എഴുന്നള്ളിച്ചതുപോലെ ഒന്നുമല്ല. ഓരോരുത്തരും അവിടെ ദുരനുഭവങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇന്ന് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ 10 മണി മുതൽ മാതൃഭൂമി ന്യൂസ് നൽകിയ ഓരോ പ്രതികരണങ്ങളിലും പൊള്ളുന്ന വേദനയുടെ നിമിഷങ്ങളാണ് ഓരോരുത്തരും കേട്ടത്. അവിടെ ഈ പറയുന്ന രീതിയിൽ ആരുടെയെങ്കിലും ഒരു മാനിപ്പുലേറ്റഡ് അംശങ്ങളല്ലായിരുന്നു. എന്താണ് സർക്കാർ ചെയ്യേണ്ടത് ശ്രീ ജയശങ്കർ? സർക്കാരിനൊരു പ്രയോറിറ്റി ഉണ്ടല്ലോ, ആ പ്രയോറിറ്റി നമ്മളൊക്കെ കണ്ടതല്ലേ, എത്രയോ കാലങ്ങളായി കണ്ടതല്ലേ. അതിനോടൊരു നീതി പുലർത്തുന്ന സമീപനം സർക്കാർ പുലർത്തണം. നിയമപരമായിട്ട് എന്താണ് ജയശങ്കർ വേണ്ടത്? അല്ല, ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവുമുണ്ട്, സർക്കാർ നേരിടുന്നൊരു വലിയ വെല്ലുവിളിയുമുണ്ട്. ഒന്നാമത് ഇത് ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയാൻ പറ്റില്ല. ഒരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നു ഈ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ സിനിമാ രംഗത്ത് സിനിമാ നടികളടക്കം അതിൻ്റെ സ്ത്രീ വിഭാഗത്തിലുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാര മാർഗങ്ങൾ തേടാൻ വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണമായിരുന്നു. അപ്പോൾ ഒരു ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി എന്ന് പറയാം. അവിടെ പല ആളുകളും വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്നു. അത് സാധ്യമാകുന്നിടത്തോളം കമ്പൈൽ ചെയ്ത് ഒരു റിപ്പോർട്ടായിട്ട് സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കും. അപ്പോൾ ഇതിൽ പേര് വെളിപ്പെടുത്താതെയാണ് ആളുകളുടെ ഈ വിവരങ്ങൾ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത്. അവരുടെ മൊഴിയും മറ്റു കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കയ്യിലുണ്ട് എങ്കിൽ പോലും ഇതിൽ പലരും ഒരു ക്രിമിനൽ കേസായിട്ട് പോകാൻ താല്പര്യമുള്ളവരായിരിക്കില്ല. ഈ അവരുടെ ദുരനുഭവങ്ങൾ പറയുമ്പോൾ തന്നെ ഇത് പോലീസിൽ പരാതിപ്പെടുക, എന്നിട്ട് അതൊരു വിചാരണയിലേക്ക് പോവുക, ഈ കുറ്റം ചെയ്ത ആളെ കോടതി മുമ്പാകെ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്ന നിലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഇപ്പോൾ പുറത്തു വന്ന് പറഞ്ഞ ആളുകൾ തന്നെ നേരത്തെ എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരും. കാരണം ഇത് പലപ്പോഴും പോലീസിൽ പരാതി കൊടുത്ത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പോലും ആയിരിക്കില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇതിൽ ധാർമ്മികവും രാഷ്ട്രീയവുമായ ഒരു വശം എന്ന് പറഞ്ഞ പോലെ നിയമപരമായ വശം വ്യത്യസ്തമാണ്. ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഇവിടെ ഉണ്ടല്ലോ, പുള്ളിയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. നമ്മൾ സാധാരണ നിയമാരി കേസുകൾ പലപ്പോഴും കാണുന്നത് പല സാർ പറയുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു 3 വെളിപ്പെടുത്തലുകളാണ് വന്നിരിക്കുന്നത്. 1, ഈ പറയുന്ന സിദ്ദിഖിനെതിരെ; 2, ഈ പറയുന്ന രഞ്ജിത്തിനെതിരെ; 3, ഒരു ബഹുമാനപ്പെട്ട ഒരു MLA-ക്കെതിരെ, കൊല്ലത്തെ ജനങ്ങളുടെ പ്രതിനിധിയായ ഒരു MLA-ക്കെതിരെ. ആ ഒരു 3 കോണ്ടസ്റ്റ് കൂടി വായിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അല്ല, നമ്മുടെ സിനിമാ രംഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ ജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഒരു വളരെ മോശപ്പെട്ട ഒരു ഇമ്പ്രഷനുള്ളൂ. നേരത്തെ തന്നെ ഉണ്ടത്, ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അത് തിരുവനന്തപുരം സ്റ്റുഡിയോയും ആലപ്പുഴ സ്റ്റുഡിയോയും ഉള്ള കാലത്ത് തന്നെ ജനങ്ങൾക്ക് ഏകദേശം അറിയാം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പൊതുധാരണ നമ്മുടെ നാട്ടിലുണ്ട്. ആ പൊതുധാരണയെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് മലയാള സിനിമയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. മലയാള സിനിമയിൽ എന്നപോലെ തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലും ഇതിനേക്കാൾ കൂടിയ തരത്തിൽ ഹിന്ദി സിനിമയിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിതിനെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ സമീകരിച്ചോ പറയുന്നതല്ല. ഇത് പ്രശ്നത്തിൻ്റെ ഗൗരവമൊട്ടും കുറയ്ക്കുന്നുമില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരു പോലീസ് നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത എന്തുമാത്രമുണ്ട്. മാത്രമല്ല, ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇവരാരും തന്നെ അന്ന് പോലീസിൽ പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ ഇതൊരു ക്രിമിനൽ കംപ്ലയിൻ്റ് ആക്കി അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ആളുകളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി ശിക്ഷിക്കാനോ താല്പര്യപ്പെട്ടവരായിരുന്നില്ല. അങ്ങനെ ഒരു പരാധീനത ഇതിനകത്തുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചോളം ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് 4-4.5 കൊല്ലം ഇത് മൂടി വെച്ച് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അത് രാഷ്ട്രീയമായ ഒരു ഉത്തരമാണ്. അങ്ങോട്ട് ചോദിക്കുന്നത് കാരണം വെച്ചാൽ എന്റെ അനുബന്ധ ചോദ്യത്തിൽ ഒരു പക്ഷേ, കാരണം മുകേഷിനെതിരെയാണ് ഗുരുതരമായിട്ടൊരു ആരോപണം പ്രാഥമികമായിട്ട് വരുന്നത്. അത് സർക്കാരിൻ്റെ ഈ മുന്നോട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തടയിടുന്നതിൽ ഏതെങ്കിലും ലാഞ്ചനയുടെ സൂചനയായിട്ട് മാറ്റപ്പെടുന്നുണ്ടോ എന്നാണ് ഒരു അനുബന്ധ ചോദ്യം. അല്ല, അതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിനേക്കാളൊക്കെ പ്രിയപ്പെട്ട വേറെ ആളുകളുണ്ട്. അതാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പല ആളുകളുമുണ്ട്, ഒരാളല്ല, പല ആളുകളുമുണ്ട്. ഒരാൾ മാത്രമൊന്നുമല്ല. മുകേഷ് അതിന് നമ്മൾ കാണപ്പെടുന്ന ഒരു ദൃഷ്ടാന്തം എന്ന് മാത്രമുള്ളൂ. ഇവിടെ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞു രഞ്ജിത്തും മറ്റുമൊക്കെ മാനനഷ്ട കേസ്, സത്യമായിട്ടും മാനനഷ്ട കേസ് കൊടുക്കണം. അപ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു അവസരം കിട്ടുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകൾ മാനമുണ്ടെന്ന് ആദ്യം തെളിയിക്കേണ്ടി വരും. നമ്മുടെ പ്രഗത്ഭനായ പത്രപ്രവർത്തകനായിരുന്നല്ലോ MJ അക്ബർ, ഇല്ലേ? എത്ര ഗംഭീരനായിരുന്നു. MJ അക്ബറിനെതിരായിട്ട് ഇതുപോലെ ആരോപണം വരികയോ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിച്ചു.
അവരാരും തന്നെ പോലീസ് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പോയില്ല. 6-7 സ്ത്രീകൾ അക്ബറിനെതിരെ പരാതി കൊടുത്തു. അക്ബർ രാജിവെക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകയ്ക്കെതിരായിട്ട്, ഇദ്ദേഹത്തിനെതിരെ ഇതുപോലെ ആരോപണം ഉന്നയിച്ച ഒരു മാധ്യമപ്രവർത്തകയ്ക്കെതിരായിട്ട് മഹാരാഷ്ട്ര കേസ് കൊടുത്തു, ക്രിമിനൽ ഡിഫാമേഷൻ കേസ് കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് വളരെ ഗംഭീരമായിട്ട് വിചാരണ നടത്തി, വളരെ സമയബന്ധിതമായിട്ട് വിചാരണ നടത്തി. അവസാനം MJ അക്ബറിന് മാനമില്ലെന്നും അതുകൊണ്ട് മാനനഷ്ടമില്ല എന്നും കോടതി ഫൈൻ ചെയ്തു. അക്ബർ കയ്യിലിരുന്ന കാശ് കൊടുത്ത് പേപ്പട്ടിയെ വഹിച്ച അവസ്ഥയിലായി. അപ്പോൾ രഞ്ജിത്ത് മറ്റുമൊക്കെ കേസിന് പോകുന്നത് നല്ലതാണ്, പക്ഷേ മാനമുണ്ടെന്ന് തെളിയിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം ഈ പരിപാടിക്ക് പോകാൻ എന്നാണ് എനിക്ക് അവരോടുള്ള സ്നേഹപൂർണ്ണമായ ഒരു ഉപദേശം. രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ട് മഹാരാഷ്ട്ര കേസിന് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന MA ബേബിയോട് ഒന്ന് ഉപദേശം ചോദിക്കുന്നതല്ലായിരിക്കും. അദ്ദേഹം പണ്ട് ക്രൈം നന്ദകുമാറിനെതിരായിട്ട് ഇതുപോലെ മഹാരാഷ്ട്ര കേസ് കൊടുത്താൽ അവസാനം ബേബിക്ക് മാനമില്ല എന്ന് കോടതി ഫൈൻ ചെയ്യുകയും നന്ദകുമാറിനെ വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ അനുഭവസ്ഥരായ ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ച് നിയമവശമൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കേസിന് പോകുന്നതായിരിക്കും നല്ലത്. അല്ല ജേസൺ സാറേ, കാരണം വെച്ചാൽ രാഹുൽ ഈശ്വർ ഇതിനെയൊക്കെ ചേർത്ത് വായിക്കുന്നത് ദിലീപിന്റെ മഹത്വത്തോടാണ്. അതെ, എൻ്റെ പൊന്ന് രാഹുൽ ഈശ്വറെ, നിങ്ങൾ ഈ ദിലീപിനെ ഇന്ത്യൻ തലയിൽ കാണുന്ന നോക്കിയാൽ ദിലീപ്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ദിലീപിൻ്റെ വീട്. ഞങ്ങൾ അയൽവാസികളാണ്, ബന്ധുക്കളാണ്. ദിലീപിനെ എനിക്ക് എത്ര കൊല്ലമായിട്ടറിയാം. രാഹുൽ ഈശ്വറി പറഞ്ഞിട്ട് ഞാൻ ഉള്ളാലിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. എൻ്റെ അയൽവാസി ബന്ധുവായ ഒരാളെക്കുറിച്ച് ഈ വൈകുന്നേരത്തെ നേരം ഒരു മോശപ്പെട്ട അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാഹുൽ ഈശ്വർ അറിയണക്കൊക്കെ വളരെ മുമ്പേ ദിലീപിനെ എനിക്കറിയാം എന്ന് മാത്രം പറയാൻ താല്പര്യപ്പെടുന്നു. ഒരു വഴി മറുപടി പറഞ്ഞോട്ടെ. എനിക്ക് ദിലീപിനെ വളരെ കുറച്ച് പരിചയമേ ഉള്ളൂ. അങ്ങയുടെ ബന്ധുവായിരിക്കും. പക്ഷേ 3 ഹൈക്കോടതി ജഡ്ജിമാരും ഇപ്പൊ ഇരിക്കുന്ന സിറ്റിംഗ് കേൾക്കുന്ന ജഡ്ജിയും അടക്കം ദിലീപിന് അനുകൂലമായ സമീപനങ്ങളാണ് എടുക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇവിടെ ഫെയർ ആയ ഒരു കാര്യം, എന്റെ രാഹുൽ ഈശ്വരേ, ഈ കേരളത്തിൽ ഇത്രയും ഇരകൾ താങ്കൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ശ്രീ രാഹുൽ ഈശ്വരേ, കേരളത്തിൽ ഒരു സ്ത്രീകളുടെ ശബ്ദം ഉയർന്നാലും താങ്കൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുമ്പോൾ, അല്ല, ഒരു സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ താങ്കൾക്ക് ചെവിയിലേക്ക് തളയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇതുപോലെ കല്ലെറിഞ്ഞതാണ്. ശശി തരൂറിന്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് ഇതേപോലെ നോർത്ത് ഇന്ത്യൻ മീഡിയ കല്ലെറിഞ്ഞതാണ്. ഈ നമ്പിനാരായണന്റെ കേസും ഒരുപാട് വ്യത്യാസമുണ്ട് സാർ. അതൊക്കെ ഇത് പഠിക്കൂ. നമ്പിനാരായണന്റെ കേസുകളും ബാക്കിയുള്ള കേസുകളുടെ ഒരുപാടുണ്ട്. രാഹുൽ ഈശ്വരേ, ഉപമിക്കുമ്പോൾ ഉപമയുടെ അർത്ഥം